ഹലോ, അപ്പൊ നമ്മൾ പിന്നെ നമ്മുടെ ബ്ലോഗില് ഡെയിലി ബ്ലോഗ്സ് ആയിട്ടാണോ അടിപൊളി ഇതിപ്പോഴും പറയും. ഹലോ ഗായ്സ്, ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ലോഗ്. അപ്പോ ഇന്ന് നമ്മള് ഒക്കെ ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടികൾ എന്ന് നമുക്കിന്ന് നോക്കാം. അപ്പൊ ഇപ്പൊ രാവിലെ ആയിട്ടുമ്പോ 8:15 നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ഒക്കെ ചെയ്യും. ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാല് സോയാബീൻ കറിയും പുട്ടും. ഞാൻ കറി ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പുട്ട് ഒരു സൈഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, കറിയും ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒന്ന് കാണിച്ചു തരാം. യെസ്, നമ്മളെ സോയാബീൻ ഉമ്മയുടെ രീതിയിലാണ് ഉമ്മ സോയാബീൻ ഉണ്ടാക്കുന്നത്. എവിടെയും നോക്കിയിട്ടൊന്നും അല്ലല്ലോ, അല്ല. യെസ്, ഉമ്മക്കായിട്ടൊരു തനി വഴിയുണ്ട്, ആ വഴി മാത്രമേ ഫോളോ അപ്പ് ചെയ്യത്തുള്ളൂ. ഏറെക്കുറെ ഈ ഒരു സ്വഭാവ പ്രകൃതമാണ് എനിക്കും കിട്ടിയിട്ടുള്ളത്. നമ്മളിനി എത്ര തോറ്റ് തുന്നം പാടിയാലും നമ്മുടെ വഴി വിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഏറെക്കുറെ. മസാല മതിയാ? ഇത് വലിയ സോയാബീൻ, നല്ല വണ്ണമുള്ള സോയാബീനാണ്. സാധാരണ നമ്മളിവിടെ വാങ്ങുമ്പോ ചെറിയ ചെറിയ കുനുകുന പോലത്തെ സോയാബീനാണ്, എന്നാൽ ഇത് കുറച്ച് വലുതാണ്. അതെന്തെല്ലാം ആവട്ടെ, ഇതാ ഇവിടെ പുട്ട് ഓൾറെഡി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മള് റാഗി പുട്ടാണ് കേട്ടോ, റാഗി പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, കാണിച്ചു തരാട്ടോ. ടാസ്കാണ്. ഒരു പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ബാക്കി പുട്ടിലോട്ട് നമുക്ക് കടക്കാം. പിന്നെ ഇവിടെ കുറച്ച് ബോട്ടിലും കാര്യങ്ങളൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെന്തിനാന്ന് വെച്ചാല് ആസ് യൂഷ്വൽ പെയിന്റ് ചെയ്യാനാണ്. അപ്പം ഇത് ഇന്ന് ചിലപ്പോ ഞാൻ പെയിന്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, കാരണം ഇന്നലെ ഞാനിത് കഴുകി വൃത്തിയാക്കി സെറ്റാക്കി ഇങ്ങനെ മൂലയ്ക്ക് വെച്ചിട്ടുണ്ട്, ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിട്ട്. അപ്പൊ ഇതിനെ ചിലപ്പം 1-2 ഞാൻ ഇന്ന് എന്തായാലും പെയിന്റ് അടിക്കാനുള്ള ഉദ്ദേശമുണ്ട്, നടക്കുമായിരിക്കും. അപ്പം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അതും എന്തായാലും വ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. പിന്നെ അതായത് ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം കുറച്ച് ഹറിബറി ഡേയ്സ് ആയിരുന്നു. അതായത് ഭയങ്കര ഒന്നും അങ്ങോട്ടേക്ക് സമയമൊന്നും തികയാത്ത പോലെ, അല്ലെങ്കിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. അതല്ലാണ്ട് വീട്ടില് ഉള്ളില് കുറച്ച് എന്താ പറയാ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പാർട്സ് ഒക്കെ കലക്കിയിട്ട് അതിലേക്ക് എന്താ പറയാ വീണ്ടും ഓരോ പരിപാടികളൊക്കെ ആയിട്ട് പണിയുണ്ട്. സോ അതിന്റെ കുറച്ച് തിരക്കും കൂടി ആയപ്പോഴത്തേനും മൊത്തത്തിൽ അങ്ങോട്ടേക്കൊരു ബിസി ആയി പോയി. അതാണ് സത്യം പറഞ്ഞാൽ സംഭവിച്ചത്. ആ ഒരു തന്നെയാണ്. പിന്നെന്താ പറയാ, പിന്നെ ഇപ്പോൾ മഴയാണ്. മഴ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു മടിയും ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ കൂടിയിട്ടാണ് ട്രിപ്പ് പോയതിന്റെ ബ്ലോഗ് പോലും ഭയങ്കര ലാഗായിട്ടാണ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഇത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബ്ലോഗ് എടുക്കാനോ അല്ലെങ്കിൽ ഒന്നും അങ്ങോട്ടേക്ക് ഒരു ഇതില്ലാണ്ട് പോയത്. എന്നാലും കുഴപ്പമില്ല, നമ്മളെന്തായാലും ട്രാക്ക് പിടിക്കുന്നതായിരിക്കും. ട്രാക്കിലോട്ട് ഓടിക്കൊണ്ടിരിക്കണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. എന്തായാലും അത്
ഞാനിവിടെ കുറെ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു. ബൈ ദ വേ, ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തത് കാരണം ആ വോയിസ് അങ്ങോട്ടേക്ക് കിട്ടിയില്ല. ഫുൾ ഇങ്ങനെ കൂന്ന് പോലെ ആയിപ്പോയി. സോ അതൊന്നും ഒരു കുഴപ്പമില്ല. നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോട്ടിലേക്ക് പെയിന്റ് അടിക്കലാണ്. സോ അതെന്തേക്കൊന്ന് ജസ്റ്റ് ഞാൻ പെയിന്റ് അടിക്കുന്നു. പിന്നെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അതെന്തായിരുന്നു പറഞ്ഞത് എന്നുള്ള കാര്യം പോലെ എനിക്ക് മറന്നുപോയി. സോ അത് വിട്. അതെന്തായാലും നമ്മൾ പെയിന്റ് അടിക്കുന്നു, അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. അത്ര കുറെ ബോട്ടിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നത്തേക്ക് ഞാൻ 2 ബോട്ടിൽ മാത്രമേ പെയിന്റ് അടിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ അങ്ങനെ ആ ഒരു പെയിന്റ് അടിക്കലൊക്കെ അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഈ ബോട്ടിൽ ഉണങ്ങിയിട്ട് വേണം നമുക്ക് അടുത്ത ഡിസൈൻ എന്തെങ്കിലും വരയ്ക്കാം. അതെന്തായാലും ഇന്ന് ചെയ്യത്തില്ല, തുറപ്പാം. പിന്നെ എനിക്ക് ഒരുപാട് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കാര്യം കൂടിയാണ് ഈ ഒരു സംഭവം. ഇതിപ്പോ ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ബാഗാണ്. ഇതിന്റെ സെയിം വേറൊരു പീസ് മറ്റപ്പുറത്തേക്ക് ഉണ്ട്. അത് ഓൾറെഡി ഇതുവരെ എത്തിയിട്ടുള്ളൂ. ഇനി ബ്ലാക്കും കൂടി ഫിനിഷ് ചെയ്തിട്ട് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാനാണ് പ്ലാന്. ഇതിപ്പം ഒരു 4-5 ദിവസമായി ഞാനിതിപ്പം തുന്നാനെടുത്തിട്ടുള്ളത്. അപ്പം ഇതാണ് മറ്റൊരു കാര്യം, എനിക്ക് ചെയ്യാൻ ഒഴിവ് സമയങ്ങളിൽ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഒരു സംഭവമാണ് ഈ ഒരു സംഭവം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ സൈഡ്. ഇതും ഇതിന്റെ എന്താ പറയാ ഔട്ടറായിട്ട് ബ്ലാക്ക് തുന്നണം, അതായത് പോലെ. അപ്പൊ ഏകദേശം ഇതിന്റെ വർക്ക് കംപ്ലീറ്റ് ആവും. എന്നിട്ട് നമുക്ക് എന്താ പറയാ സൈഡിൽ കുറച്ച് യെല്ലോ കളർ അല്ലെങ്കിൽ ഏതാ കളർ മാച്ചിങ് ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തുന്നാന്നാണ് എൻ്റെ ഒരു പ്ലാൻ. പിന്നെ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ ഇവിടെ വേറൊരു സാധനം ഉണ്ട്. ഇതൊരു സാധനം എന്ന് വെച്ചാൽ എന്താ പറയാ ഒരു ഇതിപ്പോ എന്താ പറയാ ഒരു നോർമലി ഉള്ളൊരു സാധനം പോലെ, അല്ലെങ്കിൽ എന്താ പറയാ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഈ ഒരു സാധനത്തിന് നമുക്ക് റീക്രിയേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ആക്കിയാലോ എന്നുള്ളൊരു ഐഡിയ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനും നമ്മൾ എന്തൊക്കെ ചെയ്യാം. ഇത് വെച്ചിട്ട് എന്താ ചെയ്യാൻ പറ്റാന്നൊരു ഐഡിയ ഇല്ല, എന്നാലും നമ്മൾ നോക്കി നോക്കാം. ഫൈനലി ഞാൻ ഇതിനെ ഒരു ബാഗായിട്ട് കൺസിഡർ ചെയ്യാനുള്ള ഒരു ഒരുക്കപ്പാടിലാണ്. കാരണം ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇത് കൊടുത്തിട്ട് ഈ സൈഡിലും അതേപോലെ കൊടുത്തിട്ട് അടിയിൽ വേണമെങ്കിൽ നമുക്കൊരു ഏതെങ്കിലും ഒരു കളർ വെച്ചിട്ട് ഒരു ലെയർ ഒന്ന് ഫിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു ബാഗിന്റെ കൈപ്പിട്ടിട്ട് നമുക്കൊരു ബാഗായിട്ട് ഇതിനെ മാറ്റാം എന്നുള്ളതാണ്. പക്ഷെ എത്രത്തോളം ഇത് സക്സസ്ഫുൾ ആകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് എന്തായാലും ചെയ്തിട്ട് നോക്കാട്ടോ. പക്ഷെ ഇന്ന് തന്നെ ഞാൻ ചെയ്യൊന്നുമില്ല, അത് വേറെ കാര്യം. വഴിയിൽ ഏതെങ്കിലും വ്ളോഗിലൊക്കെ ഞാൻ കാണിക്കാം. ഓക്കെ. പിന്നെ കുറച്ചു നേരം ഞാൻ ഉച്ചമയക്കം ആഗ്രഹിക്കുന്നു. സോ ഞാൻ വിചാരിച്ചു ഉറങ്ങാം. ഹലോ ഗായ്സ്, അപ്പോ നീണ്ട ഒരു ഇടവേളക്ക് ശേഷം വെൽക്കം ബാക്ക്. ഞാൻ ഉച്ചയ്ക്ക് ചെറുതായിട്ട് ഉറങ്ങിയത് വരെയാണ് അത് കാണിച്ചത്. പിന്നെ ഒരു 5 മണിയായി എണീറ്റപ്പത്തേന്. അങ്ങനെ എണീറ്റ് ചായ ഒന്നും കുടിച്ചില്ല. പിന്നെ ഞാൻ വെറുതെ മുറ്റത്തിരിപ്പായിരുന്നു. പ്രത്യേകിച്ചൊന്നും വീഡിയോ എടുക്കാനായിട്ടൊന്നും കാണിക്കാനായിട്ടൊന്നും ഇല്ലായിരുന്നു. സോ അതാണ് ഞാൻ വീഡിയോ എടുക്കാഞ്ഞത്. പിന്നപ്പം ഇപ്പൊ ഇവിടെ 8 മണി ആയിട്ടുണ്ട്. മാരിമൊക്കെ ബാങ്ക് വിളിച്ച് ഇഷാ ബാങ്ക് വിളിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ ഞഞ്ഞം ടൈമാണ്. അപ്പൊ ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത് ബേണ്ടി, അതായത് റാഗി. അപ്പം റാഗി ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പാത്രത്തിലൊന്നും സെർവ് ചെയ്തിട്ടില്ല, ഉണ്ടാക്കിയ പാത്രത്തോടെ തന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു പ്ലാന്. അപ്പൊ വീഡിയോ എടുക്കുമ്പം അതൊരു എന്തെങ്കിലുമൊക്കെ ആവോ ഇല്ലായിരിക്കില്ലേ? കുഴപ്പമൊന്നുമില്ല, എൻ്റെ വ്ലോഗല്ലേ, സോ നോ പ്രോബ്ലം. പക്ഷെ ഈ പാത്രം കാണിക്കണ്ടയോ എന്നുള്ളൊരു ഇതിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സോ എന്തായാലും കുഴപ്പമില്ല. നമ്മളെ റാഗി ഗൈസ്, ഇതാണ് ഇന്നത്തെ നമ്മളെ ഡിന്നർ. കുറച്ച് കലങ്ങാൻ കുറച്ച് ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ കുറെ നേരം കലക്കിയതാണ്, കലങ്ങാത്തതാണ്. എന്തോ കുഴപ്പമില്ല, നമുക്കിത് ഓക്കെയാണ്. ഇപ്പൊ എന്തായാലും കഴിക്കട്ടെ. അധികം മധുരമൊന്നുമില്ല, ലേശം ഇങ്ങനെ കഴിച്ചിട്ട് വരാം. അങ്ങനെ നമ്മളെ ഡിന്നർ സക്സസ്ഫുള്ളി കഴിഞ്ഞിരിക്കുകയാണ്. നോർമലി ഈ രാത്രി സമയങ്ങളിൽ എന്താ പറയാ റൈസ് കഴിച്ചോ കുഴപ്പമൊന്നുമില്ല, പക്ഷെ വളരെ ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കാൻ ശ്രമിക്കുക. ഞാൻ എൻ്റെ ഒരു
ഈ ഒരു ഫുഡിന്റെ ഒരു പാറ്റേൺ ചോദിക്കുകയാണെന്ന് വെച്ചാൽ രാവിലെ ഞാൻ നല്ലപോലെ കഴിക്കും, അടിച്ച് മെന്നിക്കും. ഉച്ചക്ക് അത്ര അടിച്ച് മെന്നിക്കുമെന്ന് ചോദിച്ചാൽ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ഫുഡ്. നമ്മുടെ ഫുഡിനനുസരിച്ചിട്ടായിരിക്കും. നല്ല അടിപൊളി ഫുഡാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ലപോലെ തട്ടും. കുഴപ്പമില്ലാത്ത ഫുഡാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയിലായിരിക്കും ഞാൻ നോർമലി ഫുഡ് കഴിക്കും. പക്ഷെ രാത്രി എന്ന് പറയുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് കുറക്കുന്നതാണ് നമുക്ക് നല്ലത്. ഇനിയിപ്പോ നല്ല വല്ലപ്പോഴും ഒക്കെ കഴിക്കും കേട്ടോ, അടിപൊളിയായിട്ടൊക്കെ. മാക്സിമം ഞാൻ ലൈറ്റ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ കഴിക്കാനാണ് ശ്രമിക്കാറുള്ളത്. അപ്പം അതാണ് എൻ്റെ ഒരു രീതി. അപ്പോ ഇനി പാത്രം കഴുകി വെക്കാം. പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ബോറടിയാണ്. അപ്പം എന്തായാലും ഞാൻ വീഡിയോ ഇടുമല്ലോ, അപ്പൊ നിങ്ങക്ക് കാണാം. ഹലോ, അപ്പൊ നമ്മളിപ്പോ വന്നിട്ടുള്ളത് വൂളൻ ത്രെഡിനെ കൊണ്ടിങ്ങനെ ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നില്ലായിരുന്നു. അപ്പം ഇവിടെ ഉമ്മ എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനും വിചാരിച്ചു ഞാനും അതിൽ ഇൻവോൾവ് ആയിട്ട് കുറച്ചു നേരം ബിസി ആവാം. അതാകുമ്പോ ബോറടിക്കൂല, സമയം അങ്ങ് പൊക്കോളും. സോ ഞാൻ കാണിച്ചുതരാം. ബാക്ക്ഗ്രൗണ്ട് ഇച്ചിരി സീനാണ്, എന്ന് വെച്ചാൽ നല്ല സീനാണ്, പക്ഷേ കുഴപ്പമില്ല, കാണിച്ചുതരാം എല്ലാം. ഉമ്മ ഉണ്ട് ഇവിടെ നോക്കി പേടിപ്പിക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് കാണിച്ചുതരാന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാരത്തി ഒരു ഒറ്റ നോട്ടം പകച്ചു പോയി. എന്തായാലും കാണിക്കണോ? ഉമ്മാനല്ല ഇതിനെ. കാണിച്ചോ. ഉമ്മ ഷോളൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണിക്കാം. ഗൈസ്, ഇതാണ് ഇവിടത്തെ അവസ്ഥ. ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല. ഇതുകൊണ്ട് ഒരുത്തൻ അവിടെ കിടക്കുന്നുണ്ട്. ഇവനെന്തിനാ എവിടെ വന്ന് കിടക്കുന്നത്? സോറി, അവിടെ പണിയുണ്ടല്ലോ. അപ്പം ഇതാണ് ഇപ്പം ഇവിടത്തെ അവസ്ഥ. ഇതിലൊക്കെ ഫുള്ള് സാധനങ്ങളാണ്. സ്റ്റിച്ച്, അതായത് തുന്നി വെച്ചതും ഉണ്ട്, ഇല്ലാത്തതുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇവിടെ കുറെ സാധനങ്ങളാണ്. സോ ഇപ്പം ഉമ്മി എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. എന്തോ ചെയ്യുന്നത് പുള്ളിക്കാരി ചെയ്യട്ടെ. അപ്പം ഇതാണ് ഇവിടത്തെ ഒരു അവസ്ഥ. അപ്പൊ ഞാന് ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ബെഡിലോട്ടാണ് പോയത്. പിന്നെന്താ, ഗുഡ് നൈറ്റ്, അത്ര തന്നെയാ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ ഗായ്സ്.